ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ കണവ റോസ്റ്റാട്ടോ ചെയ്തെടുക്കുന്നത്. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് ചേർത്തിട്ടൊരു സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്തിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചധികം തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം സവാള ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ ചതച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഉപ്പ്, കുരുമുളക് പൊടി, എരിവുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ വലിയ ജീരകം വറുത്ത് പൊടിച്ചത്, പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, കറിവേപ്പില കുറച്ച് കൈകൊണ്ടെടുത്ത് നന്നായിട്ട് ഞരടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമ്മൾ കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പുളിവെള്ളം ഒരുപാടങ്ങ് ചേർക്കണ്ട, കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നമുക്ക് ആ ഒരു കണവയിലൊക്കെ ഇങ്ങനെ പിടിക്കാൻ പാകത്തിനുള്ള ഒരു അരപ്പാക്കി എടുക്കുന്ന രീതിയിൽ അത്രയും നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അത് മിക്സൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവായിരുന്നു. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഏകദേശം ഇതിൽ നിന്ന് ഒരു ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂണോളം അരപ്പ് ഇതുപോലെ കയ്യിലെടുത്തിട്ട് നമ്മൾ കുറച്ച് തേങ്ങ ചെറിയതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം അരക്കപ്പോളം തേങ്ങ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി നമ്മളിവിടെ വേവിച്ച കണവയാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പ് മാത്രം ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ളതായിരുന്നു. അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ആ ഒരു കണവയെല്ലാം കൂടെ ചേർത്തുള്ള അതിന് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സമയം ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. ഇനി പച്ച കണവയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അതുപോലെ നമ്മൾ പച്ച കണവയും അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു പാനിൽ എണ്ണ വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ പാൻ ആയതുകൊണ്ട് കേട്ടോ കുറച്ചിങ്ങനെ ഒരു മസാലയൊക്കെ ആ ഒരു ചെറിയ ഉള്ളിയൊക്കെ അടി പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒന്നിങ്ങനെ ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഈ ഒരു കണവ അതിൽ നിന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കണവൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ആ ഒരു പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങ ഉണ്ടല്ലോ, അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു എണ്ണയിലൊന്നിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ ഒരു തേങ്ങ ഇങ്ങനെ എണ്ണയിൽ കിടന്ന് റോസ്റ്റായിട്ട്. എന്നിട്ട് അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മൾ കണവയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. തേങ്ങ ഇതുപോലെ ആ ഒരു മസാലയൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തതുകൊണ്ട് തന്നെ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.